പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇറാനിൽ കാരണമായി ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൻ്റെ തിരിച്ചടി എന്നോണം 10,000-കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള അമേരിക്കയെ തിരിച്ചടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇറാൻ അതിൻ്റെ പ്രതിക്രിയ നിർവഹിക്കുന്നത് അമേരിക്കക്ക് ബേസുകളുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചടിച്ചുകൊണ്ടാണ്. അമേരിക്കൻ ബേസുകളിലേക്കാണ് അവർ തിരിച്ചടിക്കുന്നത് പ്രധാനമായും. അത് അവരെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് താനും. ഈ സമയത്താണ് ഇതിനിടക്ക് സിവിലിയൻ ഏരിയകളിലേക്കും പെട്രോളിയം ഇൻസ്റ്റലേഷനുകളിലേക്കും മറ്റും ഹാർബറിലേക്കും പോർട്ടിലേക്കും മറ്റും മിസൈൽ ആക്രമണമുള്ളതായി വാർത്തകൾ കേൾക്കുന്നത്. ഈ സമയത്ത് അമേരിക്കൻ മാധ്യമപ്രവർത്തകനും അവതാരകനുമൊക്കെയായ ടക്കർ കാൾസന്റെ ഒരു പ്രസ്താവനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറാൻ അമേരിക്ക യുദ്ധത്തോടുകൂടി, ഇസ്രയേൽ അമേരിക്ക അച്ചുതണ്ടിൻ്റെ ഇറാൻ ആക്രമണത്തോടുകൂടി ഇറാൻ തിരിച്ചടിക്കാൻ സാധ്യതയുള്ളത് അമേരിക്കൻ ബേസുകൾക്ക് ഇട നൽകിയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ മൊസാദ് അതിൻ്റെ ഏജന്റുമാർ കയറിക്കൂടി ഈ ഇറാന്റെ തിരിച്ചടിക്കിടയിൽ ഇറാൻ അമേരിക്കൻ താല്പര്യങ്ങളിലാണ് തിരിച്ചടിക്കുന്നതെങ്കിൽ മറ്റ് സിവിലിയൻ ഏരിയകളിലേക്കും കൂടി തിരിച്ചടി നടത്താൻ വേണ്ടി, സ്ഫോടനങ്ങൾ നടത്താൻ വേണ്ടി മൊസാദ് ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ ചിലരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും കേൾക്കുന്നു, ഖത്തറിലും സൗദിയിലും മറ്റും. ഈ വാർത്തകളുടെ നിജസ്ഥിതി നമുക്ക് ഉറപ്പിക്കാനാവില്ല. കാരണം യുദ്ധസമയത്ത് ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കുന്ന ഒരു പതിവ് മീഡിയകൾക്കും സാധാരണ എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ട്. ഇരു വിഭാഗങ്ങളും പച്ച നുണകൾ പ്രചരിപ്പിക്കും, എതിർകക്ഷിയെ ആത്മവീര്യം കെടുത്താനുള്ളതും തങ്ങളുടെ സ്വന്തം ഈഗോ പൊലിപ്പിക്കാനുള്ളതുമായി. പക്ഷേ നമ്മൾ കേൾക്കുന്ന മുഴുവൻ വാർത്തകൾ വിശ്വസിക്കാനോ അതനുസരിച്ച് പ്രതികരിക്കാനോ പാടില്ലെങ്കിലും ഇത് പര്യന്തമുള്ള ഇസ്രായേലിന്റെ നടപടിക്രമങ്ങളും സ്വഭാവവും കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഇറാനിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലം വെച്ചുകൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഈ തർക്കത്തിന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ കയറി സിവിലിയൻ ഏരിയകളിലും മറ്റും ഇസ്രായേൽ ചാരന്മാർ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെയേറെ ഉണ്ട്. കാൾസൺ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അടിസ്ഥാനത്തിലാണ് നാം സൗദി അറേബ്യയിലെ അറാംകോ പെട്രോളിയം കമ്പനിയുടെ അവിടെയുള്ള മിസൈൽ ആക്രമണത്തെ പറ്റി ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് വ്യാപകമായ സംശയങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇനി അത് കണ്ടെത്തിയേക്കാം, കണ്ടെത്താതെയും ഇരുന്നേക്കാം. പക്ഷേ എങ്കിലും ഇസ്രായേലിന്റെ ചാരപ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് സംശയങ്ങൾ ഏതും ബാക്കിയില്ല. അത് ലോകത്തിലെ നിരവധി പുരാതന കാലം മുതൽക്കിങ്ങോട്ട് പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു പതിവ് ഇസ്രായേലിയർക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. വേദപുസ്തകങ്ങളുടെ സാക്ഷ്യം അതിനുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആധുനിക കാലത്ത് ജനാധിപത്യം വികസിച്ച് വളർന്ന് രാജ്യങ്ങളെല്ലാം അവരവരുടെ സ്വയം പര്യാപ്തതയും പരമാധികാരവും കാത്തുസൂക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പല രാജ്യത്തെയും രാഷ്ട്ര നേതാക്കളെ, രാഷ്ട്ര തലവന്മാരെ വധിച്ചതിലും അവരെ മറ്റു രീതിയിൽ അധികാരഭ്രഷ്ടരാക്കിയതിലും ഇസ്രായേലിന്റെ മൊസാദ് എന്ന ചാരസംഘടനക്ക് പങ്കുള്ളതായി നാം പറഞ്ഞു കേൾക്കാറുള്ളതാണ്. അതൊരു അതിശയകതയോ അതൊരു കോൺസ്പിറസി തിയറിയോ ആയിട്ടല്ല പ്രചാരത്തിലുള്ളത്. അത് വ്യക്തമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പലപ്പോഴും അതങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ളത്. നമുക്ക് അത് പരിചിതവുമാണ്. ഇറാനോട് നമുക്ക് ഉപദേശിക്കാനാവില്ല. കാരണം അവരുടെ 165ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ സ്കൂളിന് മുകളിൽ ബോംബിട്ട് കൊന്ന കാപാലികന്മാരോട് പകരം ചെയ്യരുത്, സംയമനം പാലിക്കണം എന്ന് ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഉപദേശിക്കാൻ പോവുക? അതിന്റെ പേരിൽ മേഖലയിലെ പശ്ചിമേഷ്യയിലെ സ്വന്തം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ട് ശത്രുതയുണ്ടാക്കുന്ന തരത്തിൽ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ആ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യമുണ്ട്, അമേരിക്കൻ ബേസുകളുടെ സാന്നിധ്യമുണ്ട്. ആ അവസ്ഥയിൽ അതും പറയാൻ നമുക്ക് നാവ് പൊങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ലോകത്തിന്. ഈ അവസ്ഥയിൽ വേണം നമുക്ക് ഗൾഫ് രാജ്യങ്ങളുടെയും ഇറാന്റെയും ആത്മസംഘർഷങ്ങളെ കാണാൻ. ഇതിനിടയിലായിരിക്കാം നമ്മുടെ മൊസാദ് എന്ന ഭീകര സംഘടന ഈ രാജ്യങ്ങളിൽ കയറിക്കൂടി ഇതിനിടയിൽ പുര കത്തുന്ന വെളിച്ചത്തിൽ വാഴ വെട്ടുന്നത്. പുര കത്തുന്ന വെളിച്ചത്തിൽ വാഴ വെട്ടുക എന്നുള്ളതിന്റെ ഉദ്ദേശം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം വിശദീകരിക്കുന്നില്ല ഇവിടെ, ഏകദേശം അറിയാവുന്നതാണല്ലോ. ഇറാനിലെ ജനങ്ങൾക്ക്
മോചനം കൊടുക്കാനാണത്രേ, അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാനാണത്രേ, അവിടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണത്രേ ഇറാനെ ഇസ്രയേലും അമേരിക്കയും കൂടിയും സംയുക്തമായി ആക്രമിച്ചിട്ടുള്ളത്. ഒരു പരമാധികാര രാഷ്ട്രം അവരുടെ ആന്തരിക നിയമങ്ങൾ, ആഭ്യന്തര നിയമങ്ങൾ എന്തു തന്നെയായാലും, അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും 10,000-കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള 700ഓളം കിലോമീറ്റർ 1000ഓളം കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രയേലിനും അമേരിക്കക്കും ഇതിലെന്താണ് താല്പര്യം? ഇവരുടെ പരിസരത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഇല്ലാത്ത ഒരു താല്പര്യം എന്തിനാണ് അമേരിക്കക്ക്? അമേരിക്ക ആരാണ് ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്? ഇറാനിൽ ജനാധിപത്യം ഉണ്ടാക്കാനുള്ള ചുമതല ആരാണ് അമേരിക്കയെ ഏൽപ്പിച്ചിട്ടുള്ളത്? ട്രംപിനെ പ്രത്യേകിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത്? ഇതാണ് ജനങ്ങളുടെ സംശയം. പക്ഷേ ഈ സംശയം ഒരിക്കലും പുറത്തു വരാത്ത, ഒരിക്കലും പ്രകടിപ്പിക്കാൻ പോലും ആകാത്ത വിധം ഭീരുത്വം കൊണ്ട് മുട്ടിലിഴയുന്നവരാണ് ലോകം. അതാണ് കാണുന്നത്. 79-ൽ ഷായുടെ ജനാധിപത്യ ഭരണം, അത് ജനാധിപത്യ ഭരണമായിരുന്നത്രേ. പുറത്താക്കി ഇസ്ലാമിക് റവല്യൂഷൻ ആരംഭിച്ചത് മുതൽക്ക് ഇങ്ങോട്ട് ഉപരോധത്തിൽ തളർത്തി യുദ്ധങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ നോക്കിയ ഒരു രാഷ്ട്രമാണ് ഇറാൻ. അവിടെ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് സുഖമോ ദുഃഖമോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. 10,000-കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള അമേരിക്കയുടെ പ്രശ്നമല്ല, ട്രംപിന്റെ ഉറക്കം കെടുത്തേണ്ട പ്രശ്നമേ അല്ല. അപ്പോൾ ജനാധിപത്യം ഇനി ഇറാനിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഷായുടെ കാലത്ത് അവിടെ മഹത്തായ ജനാധിപത്യം ഉണ്ടായിരുന്നു. ഏറ്റവും മികച്ച വേശ്യാലയങ്ങളും മദ്യഷാപ്പുകളും ചൂതാട്ട കേന്ദ്രങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങൾക്ക് കുറവുണ്ടായിരുന്നുമില്ല. ആ ജനാധിപത്യം ഇപ്പോൾ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്രേ. യഥാർത്ഥത്തിൽ ഇസ്ലാമിക മാനങ്ങൾ ഇറാന്റെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാമികതയോ അവിടെ ഇസ്ലാമിക തത്വശാസ്ത്രങ്ങളോ സ്കൂൾ ഓഫ് അവരുടെ റിലീജിയനോ നമ്മുടെ താല്പര്യമുള്ള വിഷയങ്ങളേ അല്ല. അത് ലോകത്തിന്റെ താല്പര്യം കാണിക്കേണ്ട ഒരു വിഷയമേ അല്ല. അത് അവരിൽ നിന്ന് പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളും അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും പുറം ലോകത്ത് അതിർത്തി പങ്കിടുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് ഉപദ്രവകരമായ രീതിയിൽ വളരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതുള്ളൂ. അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ. അവിടെ ഇപ്പോൾ ഏതായാലും പുതിയ മദ്യഷാപ്പുകളും പുതിയ വ്യഭിചാരശാലകളും തുറക്കണമെന്നാണ് അമേരിക്കയുടെ താല്പര്യമെങ്കിൽ, ഏതായാലും അവിടുത്തെ പരമോന്നത നേതാവായ മതത്തിന്റെ നേതാവിനെ വധിച്ചാൽ, അവരെ യുദ്ധം ചെയ്ത് തളർത്തിയാൽ അവർ അവരുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളും എന്ന വ്യാമോഹം അവർക്ക് വെറുതെയാണ്. അമേരിക്കയുടെ ഒരു കണക്കുകൂട്ടൽ ആദ്യമായി പിഴക്കുന്നത് അവിടെയായിരിക്കും. അവിടെ ഈ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ജനാധിപത്യം ഉണ്ടല്ലോ, ആ ജനാധിപത്യം അതൊരിക്കലും വരാൻ പോകുന്നില്ല. അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചതാണ്. അവിടുത്തെ മതമേധാവിയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമല്ല അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് നിലനിൽക്കുന്നത്. അവിടുത്തെ ഓരോ പൗരന്റെയും താല്പര്യപ്രകാരം പോരാടി അടരാടി ഷായെ ഓടിച്ച് സ്ഥാപിക്കപ്പെട്ടതാണ് അവിടുത്തെ ഇസ്ലാമിക റവല്യൂഷൻ റിപ്പബ്ലിക് എന്ന് കാണാം. എന്നിട്ട് ഒരു മതമേധാവിയെ കൊന്നുകൊണ്ടോ പ്രതിരോധ മന്ത്രിയെ കൊന്നതുകൊണ്ടോ പട്ടാള മേധാവികളെ കൊന്നുകൊണ്ടോ അവിടുത്തെ ജനങ്ങളെ മുഴുവനും കൊന്നൊടുക്കിയാലല്ലാതെ അമേരിക്ക ഉദ്ദേശിക്കുന്ന തരം ജനാധിപത്യം ഇറാനിൽ സ്ഥാപിക്കാനാവുകയില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ ആവേശത്തിൽ നിന്നും നിലപാടുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നതാണ്. വിയറ്റ്നാമിലും ഇറാഖിലും സിറിയയിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടാക്കിയ ജനാധിപത്യം, വെനിസ്വേലയിലും ഉണ്ടാക്കിയ ജനാധിപത്യം ഇനി ഇറാനിലും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് അത്രേ അമേരിക്ക. അവർ കൈവച്ച സ്ഥലങ്ങളിലെല്ലാം ഇന്ന് ആഭ്യന്തര കലാപം കൊണ്ട് കലുഷിതമായി അങ്ങേയറ്റത്തെ അക്രമങ്ങളും അരാജകത്വങ്ങളും നടമാടുകയാണ്. ഇവർ വിട്ടുപോകുന്ന രാജ്യങ്ങളെല്ലാം, ഇവർ കൈവച്ച് ഉപേക്ഷിച്ചു പോകുന്ന ഗതികെട്ടോടിയ രാജ്യങ്ങളെല്ലാം ആ അവസ്ഥയിലാണ്. ആ അവസ്ഥയിലേക്ക് ഏതായാലും ഇസ്ലാമിക് ഭരണം, ഇറാനിലെ ഇസ്ലാമിക് ഭരണം നല്ലതോ ചീത്തയോ എന്നതാവട്ടെ പോകട്ടെ, അമേരിക്ക കൊണ്ടുവരാൻ പോകുന്ന ജനാധിപത്യം ആ ജനതക്ക് അവരുടെ ശാപമായി തീരാനേ നിവൃത്തിയുള്ളൂ. കാരണം അമേരിക്ക കൊണ്ടുവന്ന ജനാധിപത്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാജ്യങ്ങളിലെല്ലാം ശാപമായിട്ട് ആ ജനതക്ക് ഭവിച്ചിട്ടുള്ളൂ എങ്കിൽ ഇറാനും ആ ശാപം തന്നെ ഒന്നുകിൽ ഏറ്റുവാങ്ങാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എത്ര പരിമിതമായ നീതിബോധത്തോടു കൂടിയാണെങ്കിലും അവിടെ റിപ്പബ്ലിക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാവും. പക്ഷെ അത് മതമേധാവികളെ കൊന്നതുകൊണ്ടോ രാഷ്ട്രീയ തലവന്മാരെ കൊന്നതുകൊണ്ടോ ജനം അവരുടെ ആ ആശയം കൈവിടുമെന്ന് വ്യാമോഹിക്കുന്നത് അസ്ഥാനത്തായിരിക്കും അമേരിക്കക്കും ഇസ്രായേലിനും എന്നുള്ളതാണ് തെളിയാൻ പോകുന്നത്. യുദ്ധത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, അമേരിക്കയിലെ തന്നെ 70% ജനങ്ങൾ അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തിന് എതിരാണെന്ന് കാണാം. എങ്കിലും അവിടുത്തെ പ്രധാന വ്യക്തി പ്രസിഡന്റാണല്ലോ, പ്രസിഡന്റിന്റെ തീരുമാനമാണ് അവിടെ നടപ്പിലാവുക.
അവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ യുദ്ധത്തിനെതിരാണ്, തിന്മകൾക്കെതിരാണ്, എല്ലാറ്റിനും എതിരാണ്. ഇതുപോലെ അതേ സമയത്ത് ഇസ്രായേലിലെ 70% ജനങ്ങൾ നെതന്യാഹുവിനൊപ്പമാണെന്നാണ് കേൾക്കുന്നത്. നമുക്ക് വ്യക്തമായി അറിഞ്ഞുകൂടാ. എന്തൊക്കെയായാലും എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നന്മയും ഗുണകാംക്ഷകളും നിറഞ്ഞിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് മതാടിസ്ഥാനത്തിലോ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ വേർതിരിച്ച് കാണാനാവാത്ത ഒരു മഹത്തായ ഗുണമാണ് മനുഷ്യർക്കിടയിലുള്ള മാനവികത, മനുഷ്യത്വം. അത് ഇസ്രയേലിലും ഉണ്ടാവും, ടെൽ-അവീവിലെ തെരുവുകളിലുള്ള ആളുകളിലും ഉണ്ടാവും, അമേരിക്കയിലും ഉണ്ടാകും, ഇറാനിലും ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ബോംബ് മിസൈലോ വീണ് ജനങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് ടെൽ-അവീവിന്റെ വീഥികളിലായാലും അമേരിക്കയിലായാലും ഗൾഫ് രാജ്യങ്ങളിലായാലും നമുക്ക് വേദനാജനകമായ ഒരു വിഷയമാണ്. ഇതിനൊക്കെ പുറമെയാണ് ഗൾഫ് രാജ്യങ്ങൾ ലോക മാപ്പിലെ ഭൂപടത്തിലെ മറ്റൊരു രാജ്യത്തോടുമില്ലാത്ത കടപ്പാട് നമുക്ക് കേരളീയർക്ക് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളോടുണ്ട്. അത് ന്യായവുമാണ്. കാരണം നമ്മുടെ ഓരോ വീട്ടിലെയും ഓരോ അംഗമോ ഒന്നിലധികം അംഗങ്ങളോ ഓരോ രാജ്യത്തുമുണ്ട്. അവരുടെ തലയിലേക്കാണ് ഇപ്പോൾ ബോംബ് വീണുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണക്കാരൻ, അതിന്റെ ഉത്തരവാദി ആരാണ്? ഈ ഇസ്രായേലും ഈ അമേരിക്കയുമാണ്. അവിടുത്തെ ചില ഭ്രാന്തന്മാരാണ് അമേരിക്കക്കാരെയും ഇസ്രായേലുകാരെയും ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ യൂതന്മാരെയോ അടക്കി ആക്ഷേപിക്കുന്നത് ബുദ്ധിശൂന്യതയായിരിക്കും, യുക്തിരാഹിത്യമായിരിക്കും. അവിടുത്തെ ഭ്രാന്ത് പിടിച്ച, അധികാര കൊതി പിടിച്ച, ആർത്തി പണ്ടാരങ്ങളുടെ വകയാണ് ഈ യുദ്ധം. അവരുടേതാണ് ഈ യുദ്ധം. ഇത് ജനങ്ങളുടെ യുദ്ധമല്ല. ഇത് അമേരിക്കക്കാരുടെയോ ഇസ്രായേലുകാരുടെയോ യുദ്ധമല്ല, ഇറാനിയുടെയോ ഗൾഫുകാരുടെയോ യുദ്ധമല്ല, ലോകത്ത് ആരുടെയും യുദ്ധമല്ല. ഇത് ആർത്തി പണ്ടാരങ്ങളായ കുറെ അക്രമികളുടെ യുദ്ധമാണ്. അവരെ ഒറ്റപ്പെടുത്തി ബഹിഷ്കരിച്ച് അവരെ അധികാര ഭ്രഷ്ടരാക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം യുദ്ധഭ്രാന്തുകൾ അവസാനിക്കുകയുള്ളൂ. മനുഷ്യന് ശാശ്വതമായ സമാധാനം ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ തരുണത്തിൽ പറയാനുള്ളത്. ഏതായാലും ഗൾഫ് യുദ്ധം വേഗം അവസാനിക്കട്ടെ എന്നുള്ളത് ഗൾഫ് രാജ്യങ്ങളുടെയോ ഇറാന്റെയോ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. ഒരു പക്ഷേ ഇസ്രായേലിനും അമേരിക്കക്കും ആ ആവശ്യം ഉണ്ടായിരിക്കില്ല. കാരണം ഇസ്രായേലിന് അവർ നോട്ടമിട്ട ബൃഹത് ഇസ്രായേലിന്റെ നൈൽ മുതൽ യൂഫ്രട്ടീസ് വരെ നീണ്ടുകിടക്കുന്ന, ജോർദാൻ മുതൽ ഈജിപ്ത് മുതൽ സിറിയ, ലെബനോൺ, സൗദി അറേബ്യ, ഇറാഖ്, എല്ലാ രാജ്യങ്ങളും ഉൾപ്പെട്ട ഒരു ബൃഹത്തായ ഇസ്രായേൽ രാഷ്ട്രമാണ് അവരുടെ സ്വപ്നത്തിലുള്ളത്. അതിലേക്കുള്ള ഏറ്റവും നല്ല ചവിട്ടുപടികളായിട്ടാണ് ഈ യുദ്ധങ്ങളെ മുഴുവൻ കാണേണ്ടത്, ഈ സംഘർഷങ്ങളെ മുഴുവൻ അവർ കാണുന്നത്. അതിനിടയിൽ അവർ അവരുടേതായ കരുനീക്കങ്ങൾ നടത്തി തന്നെ ഇരിക്കും. അവരുടെ ലക്ഷ്യം ബൃഹത് ഇസ്രായേലാണ്, വിശാലമായ ഇസ്രായേലാണ്. നേരത്തെ പറഞ്ഞതുപോലെ നദി മുതൽ നദി വരെയുള്ള ഒരു ഇസ്രായേലാണ് അവരുടെ ഉദ്ദേശം. അത് അവർ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. ഈ രീതിയിൽ നമ്മുടെ മേഖലയിലെ, പശ്ചിമേഷ്യയിലെ രാഷ്ട്രങ്ങൾ ഭിന്നിച്ചു നിന്നാൽ, പരസ്പരം കലഹിക്കേണ്ട അവസ്ഥകളെ സംജാതമായാൽ തീർച്ചയായും അവരുടെ സ്വപ്നം വിദൂര കാലത്തല്ലാതെ അതിവിദൂരമല്ലാത്ത ഒരവസ്ഥയിൽ അത് സഫലമാവുക തന്നെ ചെയ്യും. എല്ലാവർക്കും കണ്ടു നിൽക്കാം. എല്ലാ രാജകൊട്ടാരങ്ങളും പദവികളും സ്ഥാനമാനങ്ങളും ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു ദിവസം വന്നു പോയേക്കാം. 800 കൊല്ലത്തിലധികം ഭരിച്ച ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ ആളുകൾ, അവരുടെ അനന്തരാവകാശികൾ ഇപ്പോൾ എവിടെയാണെന്ന് നോക്കിയാൽ മതി. ഓരോ രാജവംശങ്ങളുടെയും ഓരോ അധികാര കേന്ദ്രങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാൽ മതി. 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രങ്ങളും അതിന്റെ നേതാക്കളും കൂടുതൽ വിവേകം കാണിക്കണം, കൂടുതൽ മാനവികതയിലേക്ക് അവർ മടങ്ങണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.